മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ESI ആശുപത്രിയിൽ പഴകിയ മരുന്ന് കത്തിച്ചതിനെ തുടർന്ന് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ചു. ഫോർട്ട് കൊച്ചി ESI ആശുപത്രിയിലെ പഴകിയ മരുന്നുകൾ കത്തിച്ചതിനെ തുടർന്ന് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരുന്ന് കത്തിച്ചതിന്റെ വിശദവിവരം ആരായാൻ കൗൺസിലർ ആന്റണി കുര്യത്തറയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമില്ലാതെയാണ് മെഡിസിൻ ഇവിടെയിട്ട് കത്തിച്ചതെന്നും ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നും അധികൃതർ ഉറപ്പു നൽകിയതായി മണ്ഡലം പ്രസിഡന്റ് PF ജോർജ് പറഞ്ഞു. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ, ബ്ലോക്ക് ഭാരവാഹികൾ അബ്ദുൾ സമദ്, അനിൽകുമാർ, ഡിവിഷൻ പ്രസിഡന്റ് UK അഷ്കർ, ആൽഫ്രഡ്, വർഗീസ്, ഡെന്നിസ്, വിൽസൺ, തോമസ്, ഷമീർ, ജെയ്സൺ, മാത്യു, അനീഷ് എന്നിവർ പങ്കെടുത്തു. കൊച്ചി ESI ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രി കാലങ്ങളിൽ ഇവിടെ മരുന്നുകൾ കൂട്ടി കത്തിച്ചതിൻ്റെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ സൂപ്രണ്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറയുന്നത് മെഡിക്കൽ ഓഫീസർ അറിയാതെയാണ് ഇവിടെ തീയിട്ടതെന്നാണ് പറയുന്നത്. ഏതായാലും ഇതൊരു അന്വേഷണത്തിൽ വിധേയമാകേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇത്തരം മരുന്നുകൾ കൂട്ടി കത്തിച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇവിടെ നിറച്ചും പുകയുമായിരുന്നു, ഇവിടെ ഇരുട്ടുമായിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സ് വന്ന് ഒരു കണക്കിന് ഇതിൻ്റെ അകത്ത് കയറിയിട്ടാണ് അന്ന് തീ അണച്ചത്. നമുക്കറിയാം ഇത്തരം മരുന്നുകൾ കത്തിക്കുന്നതിനെതിരെ വ്യാപകമായ ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.